കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മിനിമം താങ്ങുവില അടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ കർഷകരുടെ ഒരു മഹാപഞ്ചായത്ത് നടക്കുകയാണ്. നൂറുകണക്കിന് കർഷകരാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2-3 വർഷമായിട്ട് വലിയ പ്രക്ഷോഭത്തിലാണ് കർഷകർ നടക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ഡൽഹി ജന്തർ മന്ദിറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ കർഷകരാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ആവശ്യം മിനിമം താങ്ങുവില അത് കൃത്യമായി നടപ്പിലാക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാറുകൾ, പ്രത്യേകിച്ച് കൃഷിയുമായി ബന്ധപ്പെട്ട കാർഷിക മേഖലയിലെ മത്സ്യബന്ധനം, ക്ഷീരവികസനം അടക്കമുള്ള മേഖലകളിലെ വ്യാപാര കരാർ പിൻവലിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് ഈ വിഷയമായി ഇവർ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകരാണ് ഇപ്പോൾ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ വേദിയിലേക്ക് സംസാരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് എത്തിയ ഒരു കർഷക നേതാവാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2-3 വർഷമായിട്ട് വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തിയെങ്കിൽ പോലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മിനിമം താങ്ങുവില ഏർപ്പെടുത്തുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഈ ഉൽപ്പന്നങ്ങളെയൊക്കെയും വലിയ രീതിയിൽ ബാധിക്കുന്ന വിഷയങ്ങൾ, പ്രത്യേകിച്ച് വിളകളുടെ നാശമടക്കമുള്ള വലിയ വിഷയങ്ങൾ ഉന്നയിച്ചിട്ട് പോലും യാതൊരു നടപടിയും കേന്ദ്ര സർക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാകാതെ, പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ഡബിൾ എഞ്ചിൻ സർക്കാരുള്ള ഭാഗത്തു നിന്നാണ് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പഞ്ചാബിൽ നിന്നും അതുപോലെ തന്നെ ഹരിയാന, ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ വിവിധ തരത്തിലുള്ള കർഷക സംഘടനകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അവരുടെ ആവശ്യം കാർഷിക ഉൽപ്പന്നങ്ങളുടെ മിനിമം താങ്ങുവിലയാണ്. അത് ഉടൻ തന്നെ നടപ്പിലാക്കുക എന്നുള്ളതാണ്. കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് സബ്സിഡി അടക്കം നൽകുക എന്നുള്ള ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. ഇത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ തന്നെയാണ് കർഷക സംഘടനകളുടെ നീക്കം. ഈ വിഷയത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത കേന്ദ്ര സർക്കാർ ജനവിരുദ്ധ സർക്കാരാണ്, കർഷക വിരുദ്ധ സർക്കാരാണ്. കർഷക വിരുദ്ധ സർക്കാരിനെതിരെ ശക്തമായ നടപടിയുമായിട്ട് സംസ്ഥാന തലങ്ങളിൽ മുൻപോട്ട് പോകുമെന്നാണ് ഈ കർഷകർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ പോരാട്ടത്തിന്റെയാണ്. ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ വലിയ സമര പോരാട്ടങ്ങൾക്കാകും രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിക്കുക. ഡൽഹി ജന്തർ മന്ദിറിൽ നിന്നും സജു തോമസ്, മീഡിയ.